ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ കഴിക്കാം. പ്രത്യേകിച്ച് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് എന്തായാലും ഇതുപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു 1/2 കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ജാറിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1/2 കപ്പിലും താഴെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 1/3 കപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജാർ അടച്ച് വെച്ച് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നിർത്തി അങ്ങ് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഒന്നിച്ചങ്ങ് കറക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ ആവണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്യാരറ്റിൻ്റെ നനവിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഓട്സ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് ഇനി നമ്മൾ ഇതുപോലൊരു ചിരട്ടപ്പുട്ട് മേക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചില്ലിട്ട് കൊടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇതുപോലെ എല്ലാ ഭാഗത്തുമായിട്ട് ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഓട്സും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ എത്രയാണോ തേങ്ങ വേണ്ടത് അതിന് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഞാനിതാ കുക്കറിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ആവി കയറി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓട്സ് ക്യാരറ്റ് പുട്ട് റെഡിയായി. അപ്പോൾ സാധാരണ നമ്മൾ ഓട്സ് ഡയറ്റൊക്കെ ചെയ്യുന്നവർ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓട്സ് മാത്രം വെച്ചിട്ട് പുട്ടുണ്ടാക്കൂലേ. അപ്പോൾ എന്നും നമുക്ക് ഒരുപോലെ കഴിച്ചാൽ മടുത്തു പോവും. അപ്പോൾ ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്